ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 782 ദിവസം. ഇന്ന് ദനഹാ പെരുന്നാളിന് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതും തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതുമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം സാക്ഷ്യം പറഞ്ഞ യേശു തമ്പുരാനാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ജനിച്ച യേശു തമ്പുരാനാണ് പരീക്ഷിക്കപ്പെടുന്നതും അതിൽ വിജയിക്കുന്നതും. ദൈവഹിതം അനുസരിക്കുമ്പോഴും പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവർക്ക് ആ പരീക്ഷണ കാലഘട്ടത്തിൽ കൂട്ടായി ദൈവദൂതന്മാരും ഉണ്ടാകുമെന്ന് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സാത്താൻ ഇന്ന് നമ്മളെല്ലാവരെയും പരീക്ഷിക്കുന്നുണ്ട്. സ്വാർത്ഥത, അധികാരഭ്രമം, അഹങ്കാരം പോലുള്ളതായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ലേ? ഇത്തരത്തിലുള്ളതായ അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ഓർക്കുവാനും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനുമൊക്കെയായി നമ്മൾ പരിശ്രമിക്കണം. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെയും ദൈവദൂതന്മാരുടെയും സാന്നിധ്യം അനുഭവിക്കുവാനുള്ള അവസരങ്ങളായി കണക്കാക്കുവാൻ നമുക്ക് സാധിക്കണം. മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും യേശു തമ്പുരാൻ പ്രസംഗിച്ചതും ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നാം കാണിച്ചു കൊടുക്കേണ്ടതും ഇതുതന്നെ. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനുമൊക്കെ തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളെക്കാളും ഉപരിയായി ദൈവത്തെയും ദൈവരാജ്യത്തെയും കണ്ടതിനാൽ യേശു തമ്പുരാൻ ക്ഷണിച്ചപ്പോൾ യേശുവിന് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് അവന്റെ പിന്നാലെ പോയി. പ്രിയമുള്ളവരെ, നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനല്ല ഇവിടെ പറയുന്നത്. നമുക്കിന്ന് എന്തുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിതെല്ലാം നൽകിയ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുവാനും ദൈവകൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുമ്പോഴുള്ളതായ അന്നേരം ലഭിക്കുന്നതായ നിത്യസന്തോഷത്തെ അനുഭവിക്കുവാനുമൊക്കെയായി നമ്മുടെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സകല പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ കർത്താവിന് 1-ാം സ്ഥാനം നൽകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.